നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുവാനും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാനുമുള്ള നിർണായക മധ്യസ്ഥ ശ്രമങ്ങളുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി സയ്യിദ് മുഹസിൻ നഖ്വി വെള്ളിയാഴ്ച ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാജിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അമേരിക്ക മുന്നോട്ട് വെച്ച ഏറ്റവും പുതിയ സമാധാന നിർദ്ദേശങ്ങൾ ഇറാൻ നേതൃത്വവുമായി പങ്കുവയ്ക്കാൻ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയും നഖ്വി ഇറാൻ സന്ദർശിച്ചിരുന്നു. തിങ്കളാഴ്ച ഇറാന്റെ നിർദ്ദേശങ്ങൾ ഡൊണാൾഡ് ട്രംപ് തള്ളിയതിനെ തുടർന്നാണ് അമേരിക്കയുടെ പുതിയ നിർദ്ദേശങ്ങളുമായി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി വീണ്ടും ഇറാനിലെത്തിയത്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിരന്തരം യാത്ര ചെയ്ത് ചർച്ചകൾ നടത്തുന്ന പാകിസ്ഥാന്റെ ഷട്ടിൽ ഡിപ്ലോമസി സമാധാന പ്രക്രിയയിൽ വലിയ വഴിത്തിരിവായേക്കും എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും പറയുന്നത്. ചർച്ചകളിൽ ചില മുന്നേറ്റങ്ങൾ പ്രകടമാണ് എങ്കിലും രണ്ട് പ്രധാന വിഷയങ്ങളിൽ ഇരുപക്ഷവും ഇപ്പോഴും കടുത്ത വിയോജിപ്പാണ് പ്രകടിപ്പിക്കുന്നത്. ഹോർമൂസ് അന്താരാഷ്ട്ര ജലപാതയാണെന്നും അത് പൂർണ്ണമായും സ്വതന്ത്രമായിരിക്കണമെന്നും കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്നും ഇറാൻ ടോൾ പിരിക്കുന്നത് അംഗീകരിക്കാൻ ആകില്ല എന്നാണ് ട്രംപിന്റെയും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റുബിയോയുടെ നിലപാട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനായി പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നിർണായക സമാധാന ചർച്ചകൾ തുടരുകയാണ്. എന്തായാലും അമേരിക്കയുടെ ഏറ്റവും പുതിയ നിർദ്ദേശം ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി പങ്കുവെക്കുന്നതിനായി ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച നഖ്വി ടെഹ്റാൻ സന്ദർശിച്ചിരുന്നു. ഇറാൻ സമാധാന പ്രക്രിയയിൽ വഴിത്തിരിവിനായാണ് അദ്ദേഹം പ്രയത്നിക്കുന്നത്. എന്തായാലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള രൂപരേഖ തയ്യാറാക്കാൻ നഖ്വി ഷട്ടിൽ ഡിപ്ലോമസിയിലൂടെയാണ് ശ്രമിക്കുന്നത്. തിങ്കളാഴ്ച ഇറാന്റെ നിർദ്ദേശം പ്രസിഡന്റ് തള്ളിയതിനെ തുടർന്നായിരുന്നു പുതിയൊരു ശ്രമവുമായി നഖ്വി എത്തിയത്. ഇറാന്റെ യുറേനിയം ശേഖരം എന്നീ വിഷയങ്ങളിൽ, അതായത് ഹോർമൂസ് കടലിലെ നിയന്ത്രണം, ഇറാന്റെ യുറേനിയം ശേഖരം എന്നീ വിഷയങ്ങളിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നത്. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനിം ചർച്ചകൾക്കായി ടെഹ്റാനിലെത്തിയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആണവ പദ്ധതിക്കെതിരായ കർശന മുന്നറിയിപ്പ് നൽകിയത് എന്നാണ് വിവരം. എന്തായാലും യുദ്ധം കാരണം എണ്ണവില വർദ്ധിക്കുകയും ആഗോള സമ്പദ് വ്യവസ്ഥ വെല്ലുവിളി നേരിടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങൾ സമാധാനത്തിനായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. തായ്വാനിലേക്കുള്ള ആയുധ വിതരണം അമേരിക്ക താൽക്കാലികമായി നിർത്തിവെച്ചതും ഇസ്രയേൽ നേരിടുന്ന സുരക്ഷാ ഭീഷണികളും ഇറാനിലെ സംഘർഷത്തിന് ആഴം കൂട്ടുകയാണ്. അതുകൊണ്ടാണ് വളരെ പ്രതീക്ഷയോടെയാണ് പാകിസ്ഥാന്റെ മധ്യമ ശ്രമങ്ങളെ കാണുന്നത്. ചർച്ചകളുടെ പുരോഗതി സൂചനയുണ്ട്, അതായത് ഈ നടത്തിയ ചർച്ചകളിൽ ഒരു പുരോഗതിയുണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ചർച്ചകൾ സംബന്ധിച്ച് ചില നല്ല സൂചനകളുണ്ട് എന്നാണ് വ്യാഴാഴ്ച US വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയത്. അമേരിക്ക ഏറ്റവും പുതുതായി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ചില വിടവുകൾ ഇല്ലാതാക്കിയിട്ടുണ്ട് എന്ന് ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടും പുറത്തെത്തിയിട്ടുണ്ട്. എന്തായാലും യുറേനിയം സമ്പുഷ്ടീകരണത്തിലും ഹോർമൂസ് കടലിടുക്കിന്റെ കാര്യത്തിലും ഇരുപക്ഷവും ഇതുവരെയും ധാരണയിലെത്തിയിട്ടില്ല. കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്നും ഇറാൻ ടോൾ പിരിക്കുന്നത് തുടരുന്നിടത്തോളം ഒരു പരിഹാരം സാധ്യമല്ല എന്നാണ് അമേരിക്കയുടെ നിലപാട്. എന്നാൽ ഇറാന്റെ യുറേനിയത്തിൽ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ അവകാശവാദം ആവർത്തിച്ചതിന് പിറ്റേന്നാണ് വെള്ളിയാഴ്ച ഷട്ടിൽ ഡിപ്ലോമസി നടന്നത്. ഹോർമോസ് തുറക്കുന്നതും സ്വതന്ത്രമായിരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ഇതൊരു അന്താരാഷ്ട്ര ജലപാതയാണ് എന്നും അതുകൊണ്ട് ഞങ്ങൾക്ക് ടോൾ വേണ്ട എന്നാണ് ട്രംപിന്റെ പക്ഷം. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കും തിരിച്ചുമുള്ള ഗതാഗതം തടഞ്ഞുകൊണ്ട് ഇറാന്റെ പെട്രോളിയം വരുമാനം കുറയ്ക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന തന്ത്രം. എന്നാൽ ഇറാൻ ഈ ഉപരോധത്തെ വെല്ലുവിളിക്കുകയും മെച്ചപ്പെട്ട കരാറിനായി ചർച്ചകൾ തുടരുകയുമാണ് ചെയ്യുന്നത്.